ഇന്നങ്ങനെ എല്ലാവരും കൂടി അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ എന്തെങ്കിലും മധുരമുള്ളത് കഴിക്കാൻ ഭയങ്കര പൂതിയിട്ട്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പായസമാണ്. വെറും പായസമല്ല, ശർക്കര പായസമായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള അരി എടുത്തു. അതിൽ നിന്ന് നെല്ലൊക്കെ വേർതിരിച്ച് കഴുകി അങ്ങനെ നമ്മൾ വേവാൻ വേണ്ടിയിട്ട് കുക്കറിലിടാൻ പോകട്ടെ. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ എടുത്ത് അങ്ങനെ കുക്കറിൽ വെച്ചു. ഒരു 2 വിസിലടിച്ചാൽ മതി. സാധാരണ ഇത് 3 വിസിലടിക്കണം നന്നായി വേവാൻ. പക്ഷേ ശർക്കര പായസം ആവുമ്പോൾ ഒരു ചെറുതായിട്ട് കടിക്കാൻ കിട്ടുമ്പോഴാണല്ലോ ടേസ്റ്റ്. അങ്ങനെ നമ്മുടെ അരിയൊക്കെ വെന്ത് വന്നു. പിന്നെ നമ്മൾ ശർക്കര ഉരുക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. ഒരു 4-5 കഷ്ണം ശർക്കരയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് നന്നായി ഉരുകി വന്നു കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാട്ടോ ഉരുക്കാൻ വെച്ചത്. അങ്ങനെ ഉരുകി വന്നു കഴിയുമ്പോൾ നമ്മളൊന്ന് അരിച്ചു കേട്ടോ. അരിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ ഏലക്കായ ചതച്ചത് ഇട്ട് കൊടുത്തേട്ടാ. അങ്ങനെ പിന്നെ അത് നന്നായി തിളച്ച് കഴിയുമ്പോൾ നമ്മൾ വെന്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അരി അതിലേക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ കുറച്ച് നേരം സിമ്മിൽ വെച്ചു, അതിലേക്ക് മധുരമൊക്കെ ഒന്ന് കയറുന്ന വരെ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ കുറച്ചുകൂടി തീ കൂട്ടി വെച്ചു കേട്ടോ. അങ്ങനെ നന്നായി മിക്സ് ചെയ്ത് കുറുതായി വരുന്നു കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ വറ്റി അത്യാവശ്യം തിക്കായി കഴിഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ അടുപ്പത്ത് നിന്ന് ഇറക്കി. പിന്നെ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ തന്നെ അത് അത്യാവശ്യം നന്നായി കട്ടയാവും. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടണം നമ്മുടെ അടിപൊളി ശർക്കര പായസം റെഡി ആയിട്ടാ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.